ഹായ് ഓൾ, നിങ്ങളുടെ ഫിനാൻസിൽ ഉടൻ വരാൻ സാധ്യതയുള്ളത് എന്താണെന്ന് 3 കാർഡ് സ്പ്രെഡിൽ നോക്കാം. ഫസ്റ്റ് കാർഡ് നിങ്ങളുടെ പാസ്റ്റ്, സെക്കൻഡ് കാർഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രസൻറ്റ് ആൻഡ് തേർഡ് കാർഡ് നിങ്ങളുടെ ഫ്യൂച്ചർ. ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് കിങ് ഓഫ് പെൻഡക്കിൾ ആണ്. കിങ് ഓഫ് പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ കാണാം അദ്ദേഹം വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്, വളരെ പീസ്ഫുൾ മൈൻഡാണ്. അതായത് പാസ്റ്റിൽ നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ വളരെ സമാധാനത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രസൻറ്റ് സിറ്റുവേഷൻ 10 ഓഫ് സോർട്സ് ആണ്. നിങ്ങൾ കുറച്ച് നാളുകളായി ഒരു ക്ലാരിറ്റി ഇല്ലാതെയാണ് നിങ്ങളുടെ ഫിനാൻസിൻ്റെ കാര്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ ഫിനാൻസ് സ്റ്റേബിൾ അല്ലായിരുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വിചാരിച്ചതുപോലെ അല്ലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലോക്കേജസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫിനാൻസിൻ്റെ കാര്യത്തിൽ. എന്നാൽ നിങ്ങളുടെ ബ്ലോക്കേജസ് എല്ലാം പതിയെ പതിയെ മാറി വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നത് ഒരു ശാന്തമായ സ്ഥലത്തേക്കാണ്. അതായത് അത് സൂചിപ്പിക്കുന്നത് സ്റ്റെബിലിറ്റീനെയാണ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീനെയാണ്. അതായത് പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ഫിനാൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നിങ്ങൾ ഡൗൺ ആയിട്ട് അവിടുന്ന് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. എവിടെയാണോ നിങ്ങൾ ഡൗൺ ആയത് അവിടുന്ന് നിങ്ങൾ പ്രതീക്ഷയോടു കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തിരമാലകൾ ഒട്ടും ശാന്തമല്ല, പക്ഷേ അയാൾ പോകുന്ന സ്ഥലത്തേക്ക് നോക്കിയാൽ അവിടെ ശാന്തതയാണ്, അതായത് സ്റ്റെബിലിറ്റിയാണ്. കാരണം ഫ്യൂച്ചർ വന്നിരിക്കുന്നത് 6 ഓഫ് സോർട്സ് ആണ്. ഫ്യൂച്ചറിലേക്ക് അയാൾ നടന്ന് നീങ്ങുമ്പോഴും അയാളുടെ വേദനയെ അല്ല കൊണ്ടുപോകുന്നത്, മറിച്ച് അയാൾ പഠിച്ച ലെസൺസ് ആണ് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഫിനാൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരും. അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിക്കുന്ന ലെസൺസ് നമ്മൾ കൂടെ കൊണ്ടുപോകണം. അതാണ് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്നത്, ആ ലെസൺസ് ആണ്. അപ്പോൾ ഈ റീഡിംഗ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.